ഒന്ന് കൊടുത്തു നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വേണ്ട വേറൊന്നുമല്ല, നമ്മുടെ BMW S1000 RR M Sport ആണ്. ആൻഡ് ലെറ്റ്സ് ഗോ. സീൻ വിഷയം. മോനെ, നമ്മൾ നേരത്തെ നമ്മുടെ ലിംബ്രോയുടെ വണ്ടി ഒരുപാട് ഉപയോഗിച്ചതാണ്. ബട്ട് ദിസ് വൺ ഈസ് സ്പെഷ്യൽ. ലൈക്ക് ദിസ് വൺ അതിൻ്റെക്കാട്ടി ഒരു പടി മേളിലോട്ടാണ്. ആൻഡ് ഈ വണ്ടി ഭയങ്കര അടിപൊളി യൂസാണ് കേട്ടോ. റോഡിൽ നമുക്ക് അത്രയ്ക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകാം. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കാര്യം. അയ്യോ വിഷയം, ഇപ്പം റോഡിലാണ് കിടക്കുന്നത്. ആൻഡ് ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാക്കിലാണേലും റോഡിലാണേലും യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് റൈഡിങ് മോഡ്സ് ഉണ്ട്. ഞാൻ പറയുന്നതല്ല, വണ്ടിയെപ്പറ്റി ഇപ്പോൾ റിവ്യൂ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഡൗൺ ഷിഫ്റ്റ്സ് ആണെങ്കിലും അപ്പ് ഷിഫ്റ്റ്സ് ആണെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം. എൻ്റെ പൊന്നോ, ഇതിനിപ്പോൾ എക്സോസ്റ്റ് ഡീകാറ്റ് ചെയ്തിട്ടില്ല. സോ കാറ്റ് ഉണ്ട്, അതാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. Man, ഒരുപാട് ലൗഡല്ല കേട്ടോ, ഒരുപാട് ലൗഡല്ല. ബിക്കോസ് ആ ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് അല്ല വന്നിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് നൈസ്. എൻ്റെ ഡ്രസ്സൊക്കെ പൊക്കി പോവാ. ഇത് ഓൾ ടുഗദർ ഒരു വേറെ ബീസ്റ്റ് തന്നെയാണ്. ആൻഡ് ദിസ് വൺ, ഈ ബൈക്ക് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വണ്ടിയാണ്. BMW S1000 RR. നമുക്ക് നമ്മുടെ ഗാരേജിൽ നമ്മളൊരു ഡ്രീം ഗാരേജ് ഉണ്ടാക്കുവാണെങ്കിൽ അതിലൊരു വണ്ടി ഇതായിരിക്കും. ബിക്കോസ് അത്രയ്ക്ക് നൈസാണ് കേട്ടോ. ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ഒക്കെ കിക്ക് ഷിഫ്റ്ററാണ്. സോ അത്രയ്ക്ക് സ്മൂത്താണ്, അത്രയ്ക്ക് ഈസിയാണ് നമുക്ക് ഓടിക്കാനാണേലും. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന പോലെ കേരളത്തിൽ നല്ല ചൂടാണ് കേട്ടോ. ആൻഡ് ദിസ് വൺ ഈസ് സൂപ്പർ ഹോട്ട്. ബട്ട് ഇപ്പോൾ അത്രയും ഹീറ്റൊന്നും എനിക്ക് അറിയുന്നില്ല. പഴയ S1000 RR ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചുകൂടെ ഹീറ്റ് കൂടുതലാണ്. ഇതിപ്പോൾ അകത്തോട്ടുള്ള റോഡുകളാണ്. സോ എനിക്ക് അങ്ങനെ ഫുൾ ത്രോട്ടിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യാം കേട്ടോ. മാരകം വണ്ടി. എൻ്റെ പൊന്നോ, ലുക്ക് കണ്ടില്ലേ? മാരക ലുക്കാണ് സാധനം. അതിപ്പോൾ ഏത് സൈഡിൽ നോക്കിയാലും സച്ച് എ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ബൈക്ക്. ആൻഡ് ഈ കളേഴ്സ്, ഈ ഒരു കളർ ടോണിൽ ആ എം കളറിൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് വേണ്ടി ഇവിടുന്ന് തെറിക്കാം കേട്ടോ. സംഭവം ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട് വണ്ടി, അറിയാലോ. വണ്ടിക്ക് അത്രയ്ക്ക് റോഡ് പ്രസൻസ് ഉണ്ട്.
കോർണറൊക്കെ ലീൻ ചെയ്തെടുക്കും എൻ്റെ മോനെ. ഓ നേരത്തെ ZX-R ഓടിച്ചപ്പോഴും ഇപ്പൊ വേണ്ട S1000 ഓടിച്ചപ്പോഴും ഇതൊക്കെ എന്മാതിരി ബൈക്കാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമൊക്കെയാണ്. നമ്മൾ ലൈഫിൽ ഫീൽ ചെയ്യേണ്ട കുറച്ച് അഡ്രിനാലിൻ റഷേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ട്രാക്കിലെടുത്തോണ്ട് പോയി ഒന്ന് ഓടിക്കണം. ഒരു മാരക ഫീലിംഗ് തന്നെ ആയിരിക്കും അത്. ആ ഒരു സ്റ്റെബിലിറ്റിയും ഈ വണ്ടി സ്പീഡ് മാത്രമല്ല, ഇതൊന്നും സ്ട്രെയിറ്റ് ലൈൻ സ്പീഡ് മാത്രമുള്ള വണ്ടികളല്ല. ഇതിൻ്റെ ഹാൻഡിലിംഗ് ആണെങ്കിലും ദിസ് വൺ ഈസ് സോ ഗുഡ്. നമുക്ക് അത്രയ്ക്ക് ഈസി ഫീലിംഗ് ആണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. എൻ്റെ മോനെ ചൂടടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെയാന്ന് പറഞ്ഞാൽ ചൂടടിക്കുന്നുണ്ട്. മോനെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. കാരണം ആ M കളറിൽ കാണാൻ ഈ വണ്ടി കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. സോ ഹോപ്പ്ഫുള്ളി വൺ ഡേ നമ്മളും എടുക്കും. നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നടക്കാറുണ്ട് കേട്ടോ. സോ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നമ്മൾ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു വണ്ടി തന്നെ ഇറക്കാൻ പറ്റട്ടെ. ഓക്കെ, സോ നമുക്ക് റിട്ടേണിങ് ഓടിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്ത് രസമില്ല കാണാൻ. രക്ഷയില്ല മോനെ. അപ്പോൾ ഗായ്സ് നമുക്ക് വണ്ടി എടുത്ത് തിരിച്ച് വൈജിത് ബ്രോയുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതൊരു ഷോർട്ട് റൈഡാണ് കേട്ടോ. ബൈക്ക് ലുക്സ് ഹോട്ട്. ഓ സ്ലോയിൽ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി അമ്മാതിരി ഹീറ്റാവും കേട്ടോ. സോ നമ്മൾ കുറച്ച് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് അടിക്കും. കാറ്റടിക്കുമ്പോൾ വണ്ടിക്കും സുഖമുണ്ട്, എനിക്കും സുഖമുണ്ട്. And this inline 4 is butter smooth. Man, അപ്പോൾ ഗൈസ് നിങ്ങളുടെ ഡ്രീം ബൈക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം ഓൺ ചെയ്യാൻ, അത് ചെറുതോ വലുതോ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്രീം ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എപ്പോഴേലും നമ്മുടെ ഡ്രീംസൊക്കെ
സാധിക്കാൻ പറ്റും. അത് ലൈക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അത് നടന്നിട്ടുണ്ട്. അതിപ്പോൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഒറ്റയടിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല പലതും. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളൊരു ചെറിയ വണ്ടി ഓടിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ വലിയ വണ്ടി എടുക്കാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് നമ്മുടെ നല്ല സമയം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല സമയം വന്നു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ഇതുപോലത്തെ വണ്ടികളൊക്കെ നമുക്കും എടുക്കാൻ പറ്റും. സോ എന്തായാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്കൊരു C900 പോലും എടുക്കാൻ പറ്റും. ആ C900 എടുത്തു, അതിൽ നിന്ന് നമ്മൾ ഒരുപാട് വണ്ടികൾ ഓടിച്ചു. പിന്നെ ഫയർ ബ്ലേഡ് എടുത്തു. ആൻഡ് ഇനി ഒരു വണ്ടി നമ്മൾ എന്തായാലും എടുക്കും. ആ വണ്ടി ഉടനെ തന്നെ നടക്കട്ടെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ആൻഡ് ദ ബൈക്ക് ഈസ് സോ സ്മൂത്ത്. എനിക്കിതിൽ നിന്ന് ഓടിച്ച് കൊതി തീർന്നില്ല. ഒരു നല്ല ഹൈവേ ഇട്ടിട്ട് വേണം പൊളിച്ചു പോകാൻ. ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഗൈസ്, അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. എന്നെ പുഴുങ്ങി എടുക്കുക ഇനി.